ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ഉണക്കപ്പയറും മത്തനും വെച്ചിട്ടൊരു റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നു നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര കപ്പ് ഉണക്കപ്പയർ ഒരു അരമണിക്കൂർ മുന്നേ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് അത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള 3 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മുന്നേ സോക്ക് ചെയ്ത് വെച്ചതിനാൽ പെട്ടെന്ന് തന്നെ പയർ വെന്ത് കിട്ടും. അപ്പോൾ അതാ മുങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ പയറൊക്കെ ഒരു 1/4 വേവായി വന്നിട്ടുണ്ട്. ഒരു 1/4 വേവായി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഇനി മത്തനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പീസ് മത്തന് തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മത്തനും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ മത്തൻ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം മൂടി വെച്ചിട്ട് മത്തനൊന്ന് കുക്കാക്കി എടുക്കണം. അപ്പോൾ ഉണക്കപ്പയർ ഒരു 1/4 വേവ് ആയതിനു ശേഷം വേണം മത്തൻ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ മത്തന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഉണക്കപ്പയറും ഫുള്ളായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അത് രണ്ടും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തിട്ടുണ്ടോ ഒന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 2 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സബോള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ സബോള ആയത് കാരണമാണ് ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തത്. വലിയ സബോളയാണെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നാളികേരമാണ്. ഒരു അരമുറി നാളികേരം ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നാളികേരം ഒന്ന് വറുത്തെടുക്കണം. ഈ നാളികേരത്തിൻ്റെയൊക്കെ കളറൊന്ന് മാറി വരും, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നാളികേരത്തിൻ്റെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുകെല്ലാം ഒന്ന് പൊട്ടി വരണം. അതിനുശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച പയറും മത്തനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നാളികേരം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം മത്തനും ഉണക്കപ്പയറും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മത്തനൊക്കെ വെച്ചിട്ട് പല റെസിപ്പികളും തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടെ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.